വിവാഹം വേണ്ടെന്ന് ഇന്ത്യൻ വനിതകൾ. വിവാഹം വേണ്ടെന്ന് ധൈര്യത്തോടെ പറയാൻ അവർക്ക് നിരവധി കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ നടന്നുവരുന്ന സമ്പ്രദായങ്ങൾ അനുസരിച്ച് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് വിവാഹം. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ആഘോഷമായി നടത്തുന്ന ഒരു വിവാഹം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ജീവിതത്തിന്റെ ആരംഭമാണ്. എന്നാൽ സ്ത്രീകൾ വിവാഹം വേണ്ടെന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ നിരവധി കാരണങ്ങളുണ്ട്. കാരണം വിവാഹം എന്നാൽ എന്താണെന്ന കൃത്യമായ ഉത്തരം ഇന്ത്യൻ വനിതകൾക്കുണ്ട്. വിവാഹം കഴിഞ്ഞ ഭർത്താവിനൊപ്പം അയാളുടെ വീട്ടിലെത്തുന്ന നവവധു പിന്നീട് മറ്റൊരാളാണ്. അവളുടെ പേര്, സ്വപ്നങ്ങൾ, തീരുമാനങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം വീട്ടിലുള്ളവരെ ആശ്രയിച്ചിരിക്കും. പിന്നീട് വീടും വീട്ടുകാരും എല്ലാം അവളുടെ ചുമതലയാകും, ഉത്തരവാദിത്തങ്ങളായി മാറും. വൃത്തിയാക്കൽ, പാചകം, പരിപാലനം, ഉത്തരവാദിത്തങ്ങൾ എന്നിങ്ങനെ നീളുന്ന നിരവധി കാര്യങ്ങൾ. ഇന്ത്യയിൽ ഇതാണ് സ്നേഹം അല്ലെങ്കിൽ ത്യാഗം എന്നൊക്കെയാണ് ഇപ്പോഴും പലരുടെ ചിന്താഗതി. ഇനി സ്വന്തം കാര്യം നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവളുടെ സ്വാർത്ഥതയാകും, ധിക്കാരമാകും. ഭർത്താവിനെയും കുടുംബത്തെയും സപ്പോർട്ട് ചെയ്ത് ആഗ്രഹങ്ങളെല്ലാം രഹസ്യമായി മാത്രം മാറ്റി ജീവിക്കേണ്ടവരായി അവർ മാറുന്നു. ഇനി വിവാഹത്തോടെ ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വന്നാലും എല്ലാം സഹിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് യുവതികൾ എത്തുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള നാട്ടുനടപ്പുകളുമായി മുന്നോട്ടു പോകുന്തോറും യുവതികളുടെ ആത്മഹത്യകളും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ. ഏതു തരത്തിലായാലും സഹിക്കാനും ക്ഷമിക്കാനും കഴിയണമെന്നാണ് എല്ലാ പെൺകുട്ടികൾക്കും ലഭിക്കുന്ന ഉപദേശങ്ങൾ. ഇതെല്ലാം സ്നേഹം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിക്കലും. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചാൽ അവൾ അഹങ്കാരിയായി. ഭർത്താവിന്റെ വീട് ഉപേക്ഷിച്ചു പോന്നാൽ അത് അവളുടെ തോന്നിവാസമായി. ഇതെല്ലാമാണ് ഇന്ത്യൻ യുവതികൾ വിവാഹത്തോട് നോ പറയാൻ കാരണമാകുന്നത്. വാർത്തകളിൽ നിറയുന്ന ആത്മഹത്യകളും ഗാർഹിക പീഡനങ്ങളും വളർന്നുവരുന്ന ഓരോ പെൺകുട്ടിയുടെയും മനസ്സിൽ ഭീതി സൃഷ്ടിക്കുകയാണ്. ഇതെല്ലാം എത്തിച്ചേരുന്നത് സിംഗിളായി സന്തോഷത്തോടെ ജീവിക്കാമെന്ന ഇന്ത്യൻ സ്ത്രീകളുടെ തീരുമാനത്തിലാണ്.